ഹലോ വ്യൂവേഴ്സ്. അപ്പം നമുക്കിന്നൊരു മീൻ വറുത്താലോ? മീൻ വറുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കിങ് ഫിഷ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നല്ല നെയ്മീൻ. ഓക്കെ, നമ്മൾ ബുൾഡൺ മാർക്കറ്റിൽ നിന്ന് ബിഞ്ചാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാനത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വറക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. സോ നമുക്ക് മീൻ വറക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വൈറ്റ് കളറിലൊക്കെ ഇരിക്കുന്നത്. അതതിൻ്റെ ഐസാണ്. അപ്പം ഞാൻ ജനുവരിയിൽ കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് മാത്രം ഫ്രീസറിൽ നിന്ന് എടുക്കും. നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. അപ്പം കറിവേപ്പില, പിന്നെ കുരുമുളക്, പാപ്രിക്ക പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എരിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല കാന്താരിയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങനെ വെച്ചിരുന്നാൽ പോകും. ഫ്രീസറിൽ വെച്ചിരുന്നാലും ഒരു വാടിപ്പോയൊരു ഫീൽ വരും. അപ്പോൾ ഞാനത് നന്നായിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് എന്താണോ ഉണ്ടാക്കേണ്ടത് അന്നേരം ഇതെടുക്കുന്നു, അതിനകത്തിടുന്നു. അതല്ല ഇനി പഴങ്കഞ്ഞി കുടിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ 2-3 എടുത്ത് പഴങ്കഞ്ഞി കുടിക്കുന്നു. അപ്പോൾ കാന്താരി മുളകാണ് നമ്മൾ എരിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. പാപ്രിക്ക പൗഡർ ഒരു കളറിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിവിടെ നാരങ്ങ നീര് ലെമൺ ജ്യൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഉപ്പാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത്? ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നാരങ്ങ നീര്. അപ്പം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഞാനിതൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഓക്കെ, നമ്മളിത് ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കണം. ഇപ്പോൾ വിൻ്റർ ടൈം ആണെങ്കിൽ ഔട്ട് സൈഡ് തന്നെ വെച്ചാൽ മതി. ഇപ്പം നമുക്കിവിടെ സമ്മറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അത് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വറക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മുടെ പുരട്ടി വെച്ച മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ പുറത്തെടുത്തതാണ്. ഇനി നമുക്കത് വറുത്തെടുക്കാനായിട്ട് നമ്മുടെ പാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഇവിടെ ഇങ്ങനെയാണ്, കാരണം ഇവിടെ തണുപ്പ് കുറച്ചായതുകൊണ്ട്. സമ്മറാണ്, എന്നാലും കുറച്ചൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് ഇത്ര എണ്ണ ഒഴിച്ചാൽ മതി. ഇതെല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കരിയാപ്പില ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി ആ ഒരു സൈഡ് വേവട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചു കൊടുക്കാമേ. ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ. നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാൻ. ഒത്തിരി ഓയിലൊന്നും വേണ്ട. ആദ്യം ഒഴിച്ചാൽ അത്ര ഓയിൽ മാത്രം മതി. ചെറിയ തീരിട്ട് വേവിച്ചെടുക്കണേ. സോ 2 വശവും നന്നായിട്ട് റോസ്റ്റായി നമ്മുടെ നെയ്മീൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് വറുത്ത് നോക്കൂ. നല്ല ടേസ്റ്റായിരിക്കും. ഈ മസാലകളൊക്കെ കാന്താരി ഉണ്ടെങ്കിൽ അങ്ങനെ, കാന്താരി ഇല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ച കാന്താരി ഉണ്ടെങ്കിൽ അങ്ങനെ. അത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇത് സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിതിൽ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നല്ല ചൂടാണ്. വാ, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം അതിൻ്റെ ആ എരിയും ആ ഉപ്പും ആ പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. സോ സീ യു ലേറ്റർ.